بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ ثُمَّ تَوَلَّيْتُمْ مِنْ بَعْدِ ذَلِكَ فَلَوْلَا فَضْلُ اللَّهِ عليكم ورحمته لكنتم من الخاسرين. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموئلة للمتقين. ഇത് ഓതുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഹുദൂമാ അവിടെ മദ്ദില്ലേ, ആ മദ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മദ് തജ്വീദിൽ നിർബന്ധമായ ഒരു ഹുക്കുമായിട്ടാണ് എന്ത് ചെയ്യുള്ളത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ ഖുർആൻ ഓതി. ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ ഓതി. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഒരു ഇങ്ങനെയല്ല അള്ളാഹുവിൻ്റെ റസൂലിന് എന്ത് ചെയ്തത്? അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ മൂപ്പര് വെച്ച് എന്താ അങ്ങനെയല്ലേ? ഇബ്നു മസ്ഊദ് ഓതിക്കൊടുത്തു, ഇന്നമസ് സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. 4 അക്ഷരങ്ങൾക്ക് ബദലായിട്ട് 4 അക്ഷരങ്ങൾ അത്രയും ഗ്യാപ്പിൽ എന്ത് ചെയ്യണം? ആ അലിഫ് നീട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം? ഓതണമെന്ന് ഇബ്നു മസ്ഊദ് എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു. മദ് എന്തായാലും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ബിഖുവ്വത്തിൻ അങ്ങനെ ഓതണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഖുർആൻ ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഒരു ആയത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തത്? പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിനുള്ള 3 തഫ്സീറുകളിലും അതിലേറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട തഫ്സീർ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മിച്ചോന്നറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് കൂടി ഖുർആൻ വ്യാഖ്യാനിക്കാനോ ഖുർആൻ പഠിക്കാനോ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ഖുർആൻ സ്റ്റുഡൻറ്റ് അടിസ്ഥാനപരമായി ഓർമ്മയിൽ വെക്കേണ്ട റസൂലുള്ളാഹിൻ്റെ ഹദീസുണ്ട്. റസൂൽ പറഞ്ഞു, മൻ ഖാല ഫിൽ ഖുർആനി ബിഗൈരി ഇൽമിൻ. വേറെ ഹദീസിൽ ബിറയ്യഹി, ഒരാൾ തൻ്റെ ഖുർആൻ്റെ ശരിയായ സബബ് നുസൂൽ എന്താണ്, അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോ ഉള്ള കൃത്യമായ റിവായത്തില്ലാണ്ട് തന്നിഷ്ടപ്രകാരം വല്ലതും പറഞ്ഞാൽ ഫല്ലതബവ്വ, അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ മഖഅദഹു മിനന്നാർ, നരകത്തിൽ അവൻ്റെ സീറ്റ്. ഖുർആൻ്റെ ആ അർത്ഥം ഇന്നതാണ്, ആ ആയത്തിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, അതിൻ്റെ തഫ്സീർ ഇന്നതാണൊക്കെ. വലൈക്കും സ്സലാം.
തന്നിഷ്ടപ്രകാരം ഒരാൾ പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഖുർആൻ എന്ത് ചെയ്യണം? സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത്, താബീങ്ങൾ അതെങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചെന്നത്, ആ രീതിയിൽ തന്നെ എന്തായിരിക്കണം ഖുർആൻ മനസ്സിലാക്കണം. അതാണ് ഖുർആൻ വിദ്യാഭ്യാസം ഖുർആൻ സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് പോകാം. ഇന്നത്തെ വൈദ് അഹദിന, അഹദ എടുത്തു അല്ലെങ്കിൽ സ്വീകരിച്ചു. മീസാക്കും നിങ്ങളുടെ സിക്കത്ത് എന്നാ അതിനകത്ത് സിക്കത്ത് എന്നുള്ള എന്ത് വന്നത്? മീസാക്ക് എന്ന് വന്നത് കരാർ, ഉറപ്പ്. നിങ്ങളുടെ കരാറ് അഹദിന എന്ന് പറഞ്ഞാൽ എന്താ? ആര് അഹദിന നാം സ്വീകരിച്ചപ്പോൾ അല്ലാഹ് പറയാം, നാം നിങ്ങളുടെ കരാറ് സ്വീകരിച്ചപ്പോൾ. റഫൈന റഫ ഉയർത്തി, റഫൈന ഉയർത്തിക്കൊണ്ട്, ഫൗക്കക്കും നിങ്ങളുടെ മുകളിൽ ഉയർത്തിക്കൊണ്ട്. എന്തിനെ ഉയർത്തിക്കൊണ്ട്? തൂറിനെ ഉയർത്തിക്കൊണ്ട്, തൂർ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട്. ഇപ്പോൾ വൈദഹദിന മീസാക്കും വറഫൈന ഫൗക്കക്കും തൂർ. ഇവിടെ ആദ്യം ചെയ്ത സംഗതി എന്താ? ഇത് വായിച്ചു നോക്കുമ്പോൾ കരാർ സ്വീകരിക്കുകയാണോ പർവ്വതത്തെ ഉയർത്തുകയാണോ ചെയ്തിട്ടുള്ളത്? ആദ്യം അത് നമ്മൾ പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ളത്. പക്ഷേ ആ വാൻ്റെ പ്രത്യേകത എന്നറിയോ? ഇപ്പം നമ്മൾ വലാ തജ്ഹലൂലില്ല എന്താതൻ വാന്തും താലമുൻ പഠിച്ചാന്നല്ലോ, പഠിച്ചാന്ന്. നിങ്ങൾ പിന്നെ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടാക്കാൻ പാടില്ല, വാന്തും താലമുൻ. പിന്നെ നിങ്ങൾ അറിയുന്നതാ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ വാ എന്ന് പറയുന്നത് ആൻഡ് എന്ന അർത്ഥത്തിലല്ല, ആൻഡ് എന്ന് അർത്ഥത്തിലുള്ള ആവ. ഈ വാക്ക് ആ ആൻഡ് എന്ന് പറയുന്ന അർത്ഥത്തിന് വാവിൽ അത്തഫ് എന്ന് പറയാം, അത്തഫിൻ്റെ വാവ് എന്ന് പറയാം. ഈ വാവ് അതിൻ്റെ വാവല്ല, വാവിൽ ഹാൽ എന്ന് പറയും, അവസ്ഥയെക്കുറിച്ച് പറയുന്ന വാവ്, ഹാലിൻ്റെ വാവ്, അല്ലെങ്കിൽ വാവിൽ മായി എന്നെല്ലാം പറയും, ഹാലിൻ്റെ വാവ് എന്ന് പറയും. അപ്പോൾ എന്താ അർത്ഥം? പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് നാം കരാർ സ്വീകരിച്ച സന്ദർഭം. അപ്പോൾ അങ്ങനെ അർത്ഥം വരും. പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് നാം കരാർ സ്വീകരിച്ച സന്ദർഭം. എന്നിട്ടെന്താ പറഞ്ഞേ? അഹദ എടുത്തു എന്നല്ലേ? അഹദൻ്റെ കൽപ്പനക്രിയയാണെന്ത്? അടുത്ത പറയുന്നത് ഹുദൂ, നിങ്ങളെന്ത് ചെയ്യുക? എടുക്കുക. മാ ആത്തൈന എന്നാണ് എന്താ? ആത്തൈന നിങ്ങൾക്ക് അറിയുന്നല്ലോ, അത്താബി അത്തൈന എന്നാണ് നൽകി. ആത്തൈനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹുദൂ എടുത്തുകൊള്ളുക. ബി കൂവത്തിൻ ശക്തിയോടുകൂടി എന്ത് ചെയ്യുക? എടുക്കുക. വസ്കുറു മാഫീഹി എന്നിട്ട് അതിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിക്കുക. ലാലക്കും തത്തക്കൂൻ നിങ്ങളെന്ത് ചെയ്യായിരിക്കും? സൂക്ഷ്മത ഉള്ളവരായേക്കാം. അപ്പോൾ ഇവിടെ സംഭവം എന്ന് വിചാരിച്ചാൽ നമുക്കറിയാം, അവർ ഇസ്രായേലിയുടെ കഥ പിന്നെയും തുടങ്ങാം. അല്ല, ഇവരെന്തായി? തീഹി മരുഭൂമിയിലെത്തി. ഇവരെടത്തി തീഹി മരുഭൂമിയിലെത്തി. തീഹി മരുഭൂമിയിലെത്തിയിട്ട് അള്ളാഹു മൂസാ നബി എന്തുകൊണ്ടെന്ന് പിന്നെ തുരിസീന പർവ്വതത്തിൽ പോയിട്ട് തൗറാത്ത് കൊണ്ടുവന്നില്ലേ? അപ്പം മൂസനോട് ഇവരെന്താ പറഞ്ഞേ? ലന്നുക്മിനലക്ക ഹത്താ നറല്ലാഹ ജഹറ, അള്ളാഹിനെ കാണാണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ വിശ്വസിക്കൂല. അപ്പോൾ ഫഹദഹും സായിക്കത്ത്, അവർക്ക് എന്ത് ചെയ്തു? ഘോര ഇടി എന്ത് ചെയ്തു? പിന്നെ അവർ മരിച്ചു. പിന്നെ അള്ളാഹ് അവരെന്ത് ചെയ്തു? ജീവിപ്പിച്ചു. പക്ഷെ എന്നിട്ട് അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചോ? ഇല്ല. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അള്ളാഹു എന്ത് ചെയ്തു? വറഫൈന ഫൗക്കക്കും തൂരിസീന പർവ്വതത്തെ എന്ത് ചെയ്തു? തൂർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ചില സംഗതികൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഉപകാരമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഞാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞത് ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവൻ കേട്ടു, ഒന്നും ഓർമ്മയില്ല. കേൾക്കാത്ത ആളും കേട്ടാളും തമ്മിൽ എന്ത് വ്യത്യാസം? അപ്പം ഇങ്ങക്കിടെ വന്നതിന് മെനക്കെട്ടേ ഞാൻ പറഞ്ഞതിന് മുതലുണ്ട്. വറഫൈന ഫൗക്കക്കും നിങ്ങളെ മുകളിൽ ഉയർത്തി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഹൃത്ത് നിസായിൽ അറാഫിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്.
എന്താ പറഞ്ഞേ സുഹൃത്തി നിസായി പറഞ്ഞത് അറാഫി വൈദിനത്തക്കിനാൽ ജബല ഫൗക്കഹും കഅന്നഹു ലുല്ലത്തുൻ. അള്ളാഹു എന്ത് ചെയ്തു? വേറെ അടക്കം പൊരിച്ചു. തൂർസീന പർവ്വതത്തിൻ്റെ വേരടക്കം പൊരിച്ചിട്ട് എന്ത് ചെയ്തു? പൊക്കി. കഅന്നഹു ലുല്ലത്തുൻ, അവർക്കൊരു നിഴല് പോലെ. തൂർസീന പർവ്വതം ഒരു കാർമേഘങ്ങൾ നേരിടുന്നില്ലേ, അതേപോലെ ഒരു നീല തൂർസീന പർവ്വതത്തെ കൊണ്ട് അവരെ തലയണ മുകളിൽ എന്ത് ചെയ്തു? അള്ളാഹു വെച്ചു. വന്നു അന്നഹും വാക്കിഹും ബിഹി, ഇവർ വിചാരിച്ച് പേടിച്ചു എന്ത്? ഈ തൂർസീന പർവ്വതം ഇവരെ തലയിൽ വീഴുന്നു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്ത് അറാഫിൽ എങ്ങനെ പറയും? ഹുദൂ മാത്തൈനാക്കും, നിങ്ങളെന്ത് ചെയ്തോ? നാം നിങ്ങൾക്ക് തന്ന, അഥവാ തൗറാത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ പറയുന്നത് അങ്ങനെയല്ല. പിന്നെ ഇത് ഘോരശബ്ദം ഉണ്ടായല്ലോ, ഘോരശബ്ദം ഉണ്ടായില്ലേ? ഈ ഘോരശബ്ദത്തെ ഇടിയെല്ലാം കണ്ടപ്പോൾ ഇവരെ തലയുടെ മേലൊരു പർവ്വതം ഉണ്ടോ എന്ന് ഇവർ പേടിച്ചു പോയതാണ്. അല്ലാണ്ട് തൂർസീന പർവ്വതത്തെ അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല? പൊക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ എന്തിനെ എന്ത് ചെയ്യുക? നമ്മളിഷ്ടത്തിന് വ്യാഖ്യാനിക്കുക. ഫിറോന് വടികുത്തി നടന്നപ്പോൾ മൂസ അങ്ങനെ പറഞ്ഞില്ല കുറേ ആളുകൾ. മൂസാ നബി പിന്നെ വടിയടിച്ചപ്പോൾ എന്ത് ചെയ്തു? കടൽ വളർന്നു. അതൊന്നുമല്ല, മൂസാ നബി വടി കുത്തിയിട്ട് ആയമില്ലാത്ത സ്ഥലം നോക്കി നടന്നു പോയെന്ന് വ്യാഖ്യാനിച്ചാണ്ടല്ലോ. അങ്ങനെ ഈ വ്യാഖ്യാനിക്കുന്ന ഈ കൂട്ടർ എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു പിന്നെ ഇത് പർവ്വതം പൊങ്ങിയൊന്നുമല്ല, പർവ്വതം പൊങ്ങിയതുപോലെ ഇവർക്ക് തോന്നിയതാണ്. പക്ഷേ ഖുർആൻ 2 സ്ഥലത്ത് പറഞ്ഞു. വേരോടെ പൊരിച്ചു എന്നും പറഞ്ഞു, പിന്നെ തലയ്ക്ക് മുകളിൽ പൊക്കി വെച്ചു എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. എന്നിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ആൾ അവരുടെ മനസ്സിൻ്റെ വളവാണ്. പിന്നെ മനസ്സിലാക്കാനുള്ളത് വഹദിന മീസാക്കും, നാം നിങ്ങളുടെ മീസാക്ക് എന്ത് ചെയ്തു? സ്വീകരിച്ചു. എന്താണ് മീസാക്ക്? മീസാക്ക് കൊണ്ട് ഖുർആൻ തന്നെ പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് റസൂലുള്ള അള്ളാഹു സ്വീകരിച്ച മീസാക്ക് എന്ന് പറഞ്ഞാൽ വൈദാഹദ മീസാക്ക ബനി ഇസ്രായേൽ, ഇസ്രായേലിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തു? മീസാക്ക് സ്വീകരിച്ചു. ലാ തഅബുദൂന ഇല്ലല്ലാ, അള്ളാഹുവിനെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആരാധിക്കാൻ പാടുള്ളൂ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതും കൂടി ആയിരുന്ന ഇസ്രായേൽ ഈ മീസാക്കാരൻ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ലംഘിച്ച ഇസ്രായേലിക്ക് ലംഘിച്ച അതേ ശിക്ഷയായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? കിട്ടുക. പിന്നെ അടുത്ത് തൂർ എന്ന് പദത്തിൻ്റെ അർത്ഥം പർവ്വതം എന്ന്. തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം. ചില ആളുകൾ പറഞ്ഞു സിറിയയിലുള്ള എല്ലാ പർവ്വതങ്ങൾക്കും പറയുന്ന പേരാണെന്ത്? തൂർ എന്നുള്ളത്. വേറെ ചില ആളുകൾ പറഞ്ഞു വൃക്ഷങ്ങൾ മുളക്കുന്ന പർവ്വതത്തിന് എന്ത് പറയാം? തൂർ എന്ന് പറയാം. പക്ഷേ ഭൂരിപക്ഷം മുഫസ്സിറുകളും പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് എവിടെ നിന്നാണോ തൗറാത്ത് കിട്ടിയത് ആ തൂർസീന പർവ്വതമാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ഹുദുമാത്തൈനാക്കും ബി കുവ്വ. എന്തിനാ ബി കുവ്വത്ത് എന്ന് പറയാൻ കാരണം? കുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയുടെ മൊത്തത്തിൽ ശീലം എന്ത്? പിന്നെ പറഞ്ഞ സംഗതി എന്തെയില്ല, ശരിക്കും എന്തെയില്ല, അനുസരിക്കൂല. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയത് അങ്ങനെ. അതുപോരാ, ശരിക്കും നിന്നെ എന്ത് ചെയ്യണം? സ്വീകരിച്ചു കൊള്ളണം. ചില പറഞ്ഞത് ബിക്കൂവ, ഹുദുമാത്തൈനാക്കും ബിക്കൂവ എന്ന് പറഞ്ഞാൽ തൗറാത്തിലുള്ളത് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ജീവിക്കുക. അതാണ് കുവ്വ എന്നുകൊണ്ട് എന്ത് ചെയ്തേ ഉദ്ദേശം. പക്ഷെ എന്നിട്ട് അവരങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല. ഖുർആൻ എന്താ അവരെക്കുറിച്ച് പറഞ്ഞ? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാർ യഹ്മിൽ അസ്ഫാർ. അവർ കഴുതുകൾ ഭാരം ചുമക്കുന്ന പോലെയാണ് അവരെന്ത് ചെയ്തേ വേദഗ്രന്ഥം പിന്നെ എന്ത് ചെയ്തേ അവർ ചുവന്നത്. അവർ പിന്നെയും കുവ്വത്തോടു കൂടി അതിനെന്ത് ചെയ്തിട്ടില്ല? സ്വീകരിച്ചിട്ടില്ല. ഹുമ്മ തവല്ലയിത്തും, പിന്നെ അവരെന്ത് ചെയ്തു? നമ്മൾ സൂറത്ത് അഹ്റാഫിൽ ഈ കഥ, ഈ ബക്കറയിൽ ഈ കഥ എവിടെ പറയുന്നുണ്ട്? സൂറത്ത് അഹ്റാഫിൽ പറയുന്നുണ്ട്. അഹ്റാഫിൽ ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേ അള്ളാഹു നമുക്കെല്ലാവർക്കും അറിയുന്നത് വേറൊരു കഥ പറയും. എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ആദമിൻ്റെ സന്തതികളുടെ ഒക്കെ പിറകിൽ നിന്ന് അവരുടെ ആത്മാക്കൾ എന്ത് ചെയ്തു? ആദ്യം ഇസ്രായേലികളിൽ നിന്ന് അള്ളാഹു മീസാക്ക് കരാർ സ്വീകരിച്ച കഥ പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു ഇസ്രായേലികളിൽ നിന്ന് മാത്രമല്ല പിന്നെയോ മനുഷ്യവംശത്തിൽ നിന്ന് മുഴുവൻ നാം എന്ത് ചെയ്തിട്ടുണ്ട്? കരാറ് സ്വീകരിച്ചിട്ടുണ്ട്. ഖുർആൻ്റെ അപാരമായൊരു അവതരണ ശൈലിയാണ്. ഒരിക്കലും മനുഷ്യനൊന്നും അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയില്ല. എന്താ കരാറ്? വൈദാഹദ റബ്ബുക മിൻ ബനി ആദം മിൻ ളുഹൂരിഹിം ദുർരിയതഹും. എന്താ? ആദമിൻ്റെ സന്തതികൾ മുഴുവൻ
ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹ് ചോദിച്ചില്ലേ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ? അപ്പം എന്തേന്ന് പറഞ്ഞ്, ബല ഷഹിദിന, അവരൊക്കെ എന്ത് ചെയ്തു, സാക്ഷ്യം വഹിച്ചു, നാം സാക്ഷികളാണ് അല്ലാഹുവേ നീ ഞങ്ങളുടെ രക്ഷിതാവ്. അപ്പോൾ ഇസ്രായേലുകളുടെ നമ്മുടെ വായനയും ചിന്തയൊന്നും ഇസ്രായേൽ കഥകളിൽ മാത്രം ഒതുങ്ങിപ്പോകാൻ ഖുർആൻ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഒരു കഥ അങ്ങനെ തുടർന്ന് പറയല്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഇസ്രായേൽ വംശത്തിൽ നിന്നും തീഹി മരുഭൂമിയിൽ നിന്നും നമ്മളെന്ത് ചെയ്യും, ലോകത്തേക്ക് മുഴുവൻ അള്ളാഹു എന്ത് ചെയ്യാണ്, കൊണ്ടുപോകും. പിന്നെ ഇസ്രായേലിലേക്ക് എന്ത് ചെയ്യും, അള്ളാഹ് മടങ്ങി വരും. സുമ്മ തവല്ലയിത്തും, പിന്നെ എന്ത് ചെയ്തു, ആ കരാർ സ്വീകരിച്ചു. സുമ്മ തവല്ലയിത്തും, പിന്നെ തവല്ല തിരിഞ്ഞു കളഞ്ഞു. മുഖം തിരിക്കുന്നതിന് മൊത്തത്തിൽ എന്താ പറയുക, തവല്ല എന്ന് പറയാം. ആ പദത്തെ എന്ത് ചെയ്തു, ആശയത്തിൽ ഒരാശയത്തോട് തിരിഞ്ഞു നിൽക്കുന്നതിലേക്ക് ഖുർആൻ എന്ത് ചെയ്യാണ്, ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചത്. സുമ്മ തവല്ലയിത്തും, നിങ്ങളെന്ത് ചെയ്തു, പിന്നെ തിരിഞ്ഞു കളഞ്ഞു. ബാദ താലിക്ക, അതിന് ശേഷം, ഇതിന് ശേഷം അതിന് ശേഷം ഇതുവരെ കിട്ടിയതിന് കുറേ കരാറെടുത്തില്ലോ, ഈ കരാറിന് ശേഷം നിങ്ങളെന്ത് ചെയ്തു, തിരിഞ്ഞു കളഞ്ഞു. ഫലൗലാ ഫദ്ലുല്ലാ, അള്ളാഹുവിൻ്റെ ഫദ്ലില്ലെങ്കിൽ, ഫദ്ൽ എന്ന് പറഞ്ഞാൽ പണ്ട് അതിൻ്റെ അർത്ഥം ഇസ്തിയാദ് എന്നാണ്, വർദ്ധനവ് എന്ന അർത്ഥം. ഫദ്ൽ എന്ന് പറഞ്ഞാൽ വർദ്ധനവ്. ഇപ്പോൾ അമ്പ്യാക്കളെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ എന്താ, സാധാ മനുഷ്യന്മാരിൽ നിന്നും അമ്പ്യാക്കൾക്ക് അധികമായിട്ടുള്ളത്, അതാണ് അവരുടെ ഫദ്ൽ. വലു എന്ന് പറഞ്ഞാൽ ഉളു കൊടുക്കാനുള്ള വെള്ളം, വലു എന്ന് പറഞ്ഞാൽ ഉളു കൊടുക്കാനുള്ള വെള്ളം. ഫദ്ൽ വലു റസൂലില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ഉളു കൊടുത്ത ബാക്കി വെള്ളം, റസൂലുള്ളാഹി ഉളു കൊടുത്തതിൻ്റെ ബാക്കി വെള്ളം ഉളു കൊടുത്ത്. ഇപ്പം ഫദ്ലിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ, അധികമായി വരുന്നതിന് എന്താ പറയുക, ഫദ്ൽ. ഇപ്പം അമ്പ്യാക്കൾ, ഇപ്പോൾ ഔലിയാക്കൾക്ക് ഉള്ള ഫദ്ൽ എന്താ, ബാക്കിയുള്ള മനുഷ്യന്മാരെക്കാളും അധികമായിട്ടുള്ളത്, അതാണ് ഫദ്ൽ. നമ്മളെ സംബന്ധിച്ചോളം, സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നും എന്തല്ല അറിയാറില്ല, എല്ലാം അള്ളാഹു എന്താണ് അധികമായി നമുക്ക് തന്നതാണ്. അതാണ് അള്ളാഹുവിൻ്റെ ഫദ്ൽ എന്ന് പറഞ്ഞ ഉദ്ദേശം. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഫദ്ൽ നിങ്ങളെ മേൽ ഇല്ലെങ്കിൽ, വറഹ്മത്തുഹു, അവൻ്റെ കാരുണ്യവും നിങ്ങളെ മേൽ ഇല്ലെങ്കിൽ, ലകുന്തും, നിങ്ങളാകുക തന്നെ ചെയ്യും, മിനൽ ഖാസിരീൻ, നഷ്ടകാരികളിൽ പെടുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് സന്ദർഭങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെയും തരികയാണ്. എന്തിനുള്ള സന്ദർഭം, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവാനും തൗബ ചെയ്യാനുള്ള സന്ദർഭം. ആ സന്ദർഭമാണ് അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ട് എന്ത് ചെയ്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇസ്രായേലുകൾക്ക് പിന്നെയും തൗബ ചെയ്യാനുള്ള സന്ദർഭം അള്ളാഹു എന്ത് ചെയ്തു, നൽകിയിരിക്കുന്നു. അങ്ങനെ നൽകിയിട്ടില്ലെങ്കിൽ ആദ്യത്തെ തവണ തന്നെ അള്ളാഹു അവരെ പിടിച്ചിരുന്നെങ്കിൽ അവരെന്താകുമായിരുന്നു, നഷ്ടകാരികളാകുമായിരുന്നു. അതാണ് ഈ ഫദ്ലിൻ്റെ ഉദ്ദേശം കേട്ടോ. ഫദ്ലുല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ, തൗബ ചെയ്യാനുള്ള അവരുടെ സന്ദർഭം. അത് അവർക്ക് അള്ളാഹു നൽകിയിരുന്നില്ലെങ്കിൽ അവരെന്താകുമായിരുന്നു, നഷ്ടകാരികളിൽ പെടുമായിരുന്നു. ഇത് ഇസ്രായേലുകൾക്ക് നൽകിയ ഫദ്ൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമീൻ്റെ ഉമ്മത്തിന് നൽകിയ ഫദ്ൽ എന്താ, ഒരുപാട് ഫദ്ൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമീൻ്റെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. ഞാനതിൽ ചിലതെന്ത് ചെയ്യുക, മറ്റു സായിറുൽ ഉമ്മകൾക്ക് വ്യത്യസ്തമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമീൻ്റെ ഉമ്മത്തിന് ഒരുപാട് ഫദ്ലുണ്ട്, ചിലത് മാത്രം പറയാം. ഒന്ന്, ലാ യജ്മഉല്ലാഹു ഉമ്മത്തി അലദ്ദലാല, റസൂലിൻ്റെ വാക്കുകളാണ്. എൻ്റെ ഉമ്മത്തിനെ അള്ളാഹു എന്ത് ചെയ്യില്ല, തിന്മയിൽ ഒരുമിപ്പിക്കുകയില്ല. എൻ്റെ ഉമ്മത്തിനെ അള്ളാഹു തിന്മയിൽ ഒരുമിപ്പിക്കുകയില്ല. ഇപ്പം നമ്മൾ പറയില്ലേ, ഇജ്മാഅ് തെളിവാണ്, ഖുർആൻ ഹദീസ് ഇജ്മാഅ് ഖിയാസ്. എൻ്റെ ഉമ്മത്ത് മുഴുവൻ ഒന്നിച്ച കാര്യം എന്താണ്, തെളിവാണ്. അപ്പോൾ തെളിവാൻ കാരണം എന്താ, എൻ്റെ ഉമ്മത്ത് തിന്മയിൽ ഒന്നിക്കില്ല എന്നാണ് പറഞ്ഞ് റസൂല് പറഞ്ഞു. അപ്പോൾ ഉമ്മത്ത് മുഴുവൻ ഒന്നിച്ചത് എന്താണ്, നന്മയാണ്. അപ്പോൾ എൻ്റെ ഉമ്മത്ത് തിന്മയിൽ എന്തെയില്ല, ഒന്നിക്കുകയില്ല. അത് ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് എന്താണ് പ്രത്യേകത. നഹ്നുൽ ആഖിറൂൻ അൽ-അവ്വലൂന യൗമൽ ഖിയാമ വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. നമ്മൾ ജനസമൂഹങ്ങളിൽ അവസാനത്തെ സമൂഹമാണ്. ഇസ്രായേലർ അല്ല യഹൂദന്മാരെ പോലെയോ നസ്രാണികളെ പോലെ പ്രവാചക തലമുറ നോക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും അവസാനക്കാർ. പക്ഷേ അൽ-അവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ നമ്മളായിരിക്കും എന്ത്, ഫസ്റ്റ്.
വനഹ്നു അവ്വലുമൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മളായിരിക്കും മറ്റു ഉമ്മകളെക്കാളും ആദ്യത്തെ വകുപ്പ്. പിന്നെ മൂന്നാമതൊരു പ്രത്യേകത, വകദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു, ജനങ്ങൾക്ക് എന്താകാൻ വേണ്ടിയിട്ട്, സാക്ഷികളാകാൻ വേണ്ടി. നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കും, നൂഹേ നീ നിൻ്റെ ജനതയ്ക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ടേ ഇല്ല. അപ്പം നൂഹ് നബിൻ്റെ ഉമ്മത്ത് പറയും, ലാ മാജാന മിൻ നബിയും, നമുക്കൊരു നബിയും വന്നിട്ടില്ല, നമുക്കൊരു നബിയും വന്നിട്ടില്ല. അപ്പം നൂഹ് നബിയോട് അള്ളാഹു ചോദിക്കും, നീ ഇവർക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ സാക്ഷി എന്താ, നീ ഇവർക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ സാക്ഷി എന്താ? മയഷദു ലക ഫയഖൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നൂഹ് പറയും, എൻ്റെ സാക്ഷി മുഹമ്മദും മുഹമ്മദിൻ്റെ ഉമ്മത്തുമാണ്. അപ്പോൾ നമ്മൾ പരലോകത്ത് ഇഹലോകത്തും എന്താണ്, സാക്ഷികളായ ഒരു സമൂഹമാണ്. പിന്നെ പിന്നെ അഞ്ചാമത്തെ ഒരു സിഫത്ത്, നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അഞ്ചാമത്തെ ഒരു വിശേഷണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ജന്നത്ത് ഇശ്റൂന വമിയ സഫ്, സ്വർഗത്തിൻ്റെ ആളുകൾ 120 സഫാണ്. സമാനൂന മിൻഹ ഹാദിൽ ഉമ്മ, അതിൽ 80 സഫും ഈ ഉമ്മത്തിൽ പെട്ടവരാണ്. വാറബൂന മിൻ സായിരിൽ ഉമ്മം, മറ്റു ഉമ്മകൾ കംപ്ലീറ്റ് ആണ് എന്ത്, ബാക്കി 40. ഈ ഉമ്മത്താണ് അപ്പം എന്ത് ചെയ്യുക, ഭൂരിപക്ഷവും സ്വർഗത്തിൽ ഭൂരിപക്ഷവും ഉള്ളത്. പിന്നെ ഒരുപാട് സിഫത്തുകൾ, റസൂലുള്ളാഹിന്റെ വാക്ക, ഈ ഉമ്മത്തിൻ്റെ സഫുകൾ മാലാകമാരുടെ സഫുകൾ പോലെയാണ്. വജൂലുൽ മസ്ജിദൻ, ഭൂമി മുഴുവൻ ഈ ഉമ്മത്തിന് എന്താണ്, പള്ളിയാണ്. വതുർബത്തുഹ തഹൂറൻ, ഭൂമിയിലെ മണ്ണ് നമുക്കെന്താണ്, പരിശുദ്ധമാണ്. വൗത്യത്തു ആഹ്റ സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ബക്കറ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ദാനമാണ്. ഫഹുന്ന, ഈ സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ ആയത്തുകൾ, കൻസു താഹത്തുൽ അർശ്, അള്ളാഹുവിൻ്റെ അർശിന് ചുവട്ടിലുള്ള കൻസാണ്, നിധിയാണ്. അത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകാതെയാണ് എന്ത്, സൂറത്തുൽ ബക്കറയിലെ. അപ്പോൾ നമ്മൾ ഇസ്രായേലർക്ക് കൊടുക്കുക ഫതിലിൻ്റെ 1000 ഇരട്ടി ഫതിൽ എന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. 70,000-ഓളം ആളുകൾ, ഈ ഉമ്മത്തിലെ ആളുകൾ എന്ത് ചെയ്യും, വിചാരണയില്ലാണ്ട് സ്വർഗത്തിൽ പോകും. പിന്നെ ഒരു ഫതിൽ സലാത്തുൽ ഇശാ, നമുക്ക് ഉപദ്രവം തോന്നുന്നുണ്ടെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞ എന്താ, സലാത്തുൽ ഇശാ ഈ ഉമ്മത്തിൻ്റെ അള്ളാഹു നൽകിയ ഫതിലാണ്. പക്ഷെ നമുക്കെന്താണ് ഇടങ്ങാറെ തൊള്ളവൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട്, ഞാൻ കുറച്ച് ചുരുക്കി വായിക്കുന്നത്, നാളെ ഹൗദുൽ കൗസറിൽ എന്ത് ചെയ്യും, എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും, എല്ലാ ആദമിൻ്റെ മക്കൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കും റസൂലുള്ളാഹി എന്ത് കൊടുക്കുക, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനെ ഞാൻ അവിടെ അന്വേഷിക്കും, എൻ്റെ ഉമ്മത്തിനെ ഞാൻ അവിടെ അന്വേഷിക്കും. സാബത്ത് ചോദിച്ചു, റസൂൽ അതെങ്ങനെയാണ് അവരെ തിരിച്ചറിയുക? റസൂലുള്ളാഹി പറഞ്ഞു, ഉറം വജ്ജലീന മിൻ അസരിൽ എന്താ മിൻ ആസാരിൽ വുളൂഇൻ്റെ കാരണം കൊണ്ട് മുഖത്ത് അവരെന്തായിരിക്കും, പ്രശോഭിക്കുന്നവരായി വന്നിരിക്കും. ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. യോമു സബത്തിൽ യഹൂദ്, യഹൂദികൾക്ക് വിശിഷ്ട ദിവസം ഏതാ, ശനിയാഴ്ച. വല്ലാഹദുൽ നസാറ, നസ്രാണികൾക്ക് ഞായറാഴ്ച. വയോമുൽ ജുമുഅത്തിൽ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞ അക്കലുൽ അമൽ, ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ബർക്കത്ത്, അക്കലുൽ അമലി അക്സറു അജ്റ, കർമ്മം കുറച്ച് ചെയ്താൽ മതി, എന്നാലോ അമൽ പ്രതിഫലങ്ങളോ വളരെ കൂടുതൽ. റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പണിക്ക് വിളിച്ച ഒരാൾ എന്നിട്ട് പറഞ്ഞു, സുബഹ് മുതൽ ലൂറ് വരെ പണിയെടുത്ത ഒരു കിറാത്ത് തരാം. സുബഹ് മുതൽ ലൂറ് വരെ പണിയെടുത്ത ഒരു കിറാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ അളവാണ്. അങ്ങനെ ഒരു യഹൂദി പണിക്ക് വന്നു. പിന്നെ ചോദിച്ചു, ആരാണ് ലൂറ് മുതൽ അസ്ർ വരെ പണിയെടുത്ത ഒരു കിറാത്ത് തരാം? അങ്ങനെ നസ്രാണി എന്ത് ചെയ്തു, പണിക്ക് വന്നു. പിന്നെ ചോദിച്ചു, അസ്ർ മുതൽ മഗ്‌രിബ് വരെ പണിയെടുക്കാം, 2 കിറാത്ത് തരാം. ആ പണി ആർക്ക് കിട്ടിയത്? മുസ്ലിമിനാണ് പണിയിട്ടത്. കാരണം നമ്മളാണല്ലോ തലമുറയിൽ അവസാനം.
അപ്പോൾ യഹൂദികളും നസ്രാണികളും എന്തായതു? ചൂടായിന്ന്, ദേഷ്യം പിടിച്ചു. അള്ളാഹു പറഞ്ഞു, അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യും? നൽകും. അള്ളാഹു നമുക്കെന്താ, അവർ നമുക്ക് കുറേ പണി കുറച്ച് ശമ്പളം എന്ന് അവർ പറഞ്ഞു, ഇവർക്ക് കുറച്ച് പണി കൂടുതൽ ശമ്പളം എന്ന്. കാരണം റസൂലുള്ളാഹി നോക്കിയ യഹൂദി മൂസ അലൈഹി സ്വലാം മുതൽ ഈസാ നബിയുടെ കാലഘട്ടം വളരെ ദൈർഘ്യമുള്ളതാണ്. അതിനേക്കാളും ദൈർഘ്യം കുറഞ്ഞാണെന്ത്? ഈസ മുതൽ മുഹമ്മദ് വരെയുള്ള ലൂറ് മുതൽ സുബി മുതൽ ലൂറ് വരെ, ലൂറ് മുതൽ അസ്ർ വരെ. നമുക്ക് അസ്ർ മുതൽ മഗ്‌രിബ് വരെ ചെറിയൊരു ടൈമാണ്. അപ്പോൾ ഈസാ നബി നമുക്ക് ഇരട്ടി എന്താണ്? പ്രതിഫലമാണ്. അപ്പോൾ ഏതായാലും ഞാൻ 10 പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് എണ്ണി വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഈ ഉമ്മത്തിൻ്റെ മാത്രം ഫضലുകൾ, അള്ളാഹ് ഈ ഉമ്മത്തിന് നൽകിയ ഫضലുകൾ. അപ്പോൾ എന്താ പറഞ്ഞേ? സുമ്മത്ത് ഫലഉലാ ഫضലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഫضല് നിങ്ങളെ മേൽ ഇല്ലെങ്കിൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും, ലകുൻതും മിനൽ ഖാസിരീൻ. ഇവിടെ ഫضലുല്ലാഹിൻ്റെ ഉദ്ദേശം എന്താ? ആർക്കാ പറയാൻ കഴിയുക? ഇവിടെ ഫضലുല്ലാഹിൻ്റെ ഉദ്ദേശം എന്താ? ഹിദായത്തല്ല, തൗബ ചെയ്യാനുള്ള അവസരം. നേരത്തെ പറഞ്ഞു തന്നില്ല, തൗബ ചെയ്യാനുള്ള അവസരം. അതാണ് എന്ത് ഇടാ ഫضലുള്ള. കാരണം അവർക്ക് തൗബ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു? അവസരം കൊടുക്കുന്നു. അതാണ് എന്ത്? അള്ളാഹിൻ്റെ ഫضല്. ലഖദ് അലിംതുമുല്ലദീന ഇതദൗ മിൻകും ഫിസ്സബ്ത് ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിയീൻ. വലഖദ് അലിംതും, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, അല്ലദീന ഇതദു അതിര് കടന്നവരെ. ഇത്തദ എന്ന് പറഞ്ഞാൽ തജാവുസുൽ ഹദ്, അതിര് കടക്കുക. ഇത്തദ കുറേ സ്ഥലത്തിന് ഖുർആനിൽ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് ഫഖദ് ളലമ നഫ്സ. ഖുർആനിൽ തഅദ്ദ എന്നുള്ള ഒരുപാട് വേർഡുണ്ട്. അത് ഖുർആനിലെ ആവർത്തിച്ചിരുന്ന വേർഡ് ഇത്തദ. ഇത്തദ എന്നാൽ അള്ളാഹിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യുക? അതിര് കടക്കുക. അത് പഠിച്ചു വെച്ചോ. എന്നാലപ്പം വലക്കത് അലിംതും, അലിംതും അറിയാലോ, അലിമ ആലിം എന്ന് അറിയാലോ, അലിംതും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, അല്ലദീന എഴുത്തതു അതിര് കടന്നവരെ, മിൻകും നിങ്ങളിൽ നിന്ന് അതിര് കടന്നവരെ നിങ്ങൾക്കറിയാം, ഫിസ്സബ്ത് ശനിയാഴ്ച, ഫകുൽന അപ്പോൾ കുൽന നാം പറഞ്ഞു ലഹും അവരോട്, കൂനു നിങ്ങളായി, കിറദത്തൻ കുരങ്ങന്മാരായി, ഖാസിയീൻ ഹീനന്മാരായ നിന്യന്മാരായ കുരങ്ങന്മാരായി തീർന്നോളൂ എന്ന് പറഞ്ഞതാണ്. അപ്പം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആളുകൾക്ക്, മക്കയിലെ യഹൂദികൾക്കാന്നല്ലോ പറഞ്ഞു കൊടുക്കുന്നേ. അങ്ങനെ അപ്പം വക്കത് അലിംതു എന്ന് പറയാൻ കാരണം എന്താ? വക്കത് അലിംതു എന്ന് പറയാൻ കാരണം ഇപ്പം നമ്മളെ വീട്ടിൽ നിന്നൊരു കുരുത്തക്കേട് കളിക്കുക. അപ്പോൾ പണ്ട് നമ്മൾ വീട്ടുകാർ കുട്ടിയോട് പറയില്ലേ, പിന്നെ മറ്റേ ചങ്ങായി പോയി കുരുത്തക്കേട് കളിച്ചിട്ട് പൊട്ടി വീണ നീ അറിയില്ലേ ചോദിക്കൂലേ? ഓൻ പോയിട്ട് എന്തായത് നിങ്ങൾക്ക് അറിയില്ലേ ചോദിക്കൂലേ? അതിൻ്റെ അർത്ഥം എന്താ? ഒരു താക്കീതാണ്. നിനക്കറിയില്ലേന്ന് ചോദിച്ചാലും അർത്ഥം എന്താ? അതൊരു താക്കീതാണ്. അതുപോലെ നിങ്ങളുടെ മുൻഗാമികളായ ജൂതന്മാർക്ക് സംഭവിച്ചത് നിങ്ങൾ അറിയില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്കും എന്ത് ചെയ്യും? സംഭവിക്കും. അതാണ് ഈ വക്കത്ത് അലിംതും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഫിസ്സബത്ത്, സബത്ത് ദിവസം. സബത്ത് എന്ന് പറഞ്ഞാൽ എനിക്കെത്താകുന്ന ഈ ഒഴിഞ്ഞെന്ന അർത്ഥം. അള്ളാഹു 6 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഇപ്പോൾ ഈ ജൂതന്മാരെ വാദം 6 ദിവസം കൊണ്ട് അള്ളാഹു ആകാശം ഭൂമി സൃഷ്ടിച്ചു, 7ാമത്തെ ദിവസം വിശ്രമിച്ചു എന്നാണ്. വിശ്രമിച്ചു എന്നല്ല, അള്ളാഹു അവർ വിശ്വാസം അതാണ്. പക്ഷേ 6 ദിവസം കൊണ്ട് ആകാശഭൂമിയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു ആ സൃഷ്ടിപ്രക്രിയയിൽ എന്ത് ചെയ്തു? വിരാമെടുത്തു. അതാണ് ഇൻകിത്ത. ആ പദാണെന്ത്? സബത്ത്. അങ്ങനെ വിരാമെടുത്ത ദിവസം അതാണ് യൗമുസ്സബത്ത്. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച് പിന്നെ 7ാമത്തെ ദിവസം എന്ത് ചെയ്തു? വിരാമെടുത്തു. അങ്ങനെയാണ് സബത്തിന് ആ പേര് വരാനുള്ള കാരണം. അവരെന്ത് ചെയ്തു? ആ ദിവസം എന്ത് ചെയ്തു? അതിക്രമം പ്രവർത്തിച്ചു. അവരോട് നാം എന്ത് ചെയ്തു പറഞ്ഞു? കൂനു നിങ്ങൾ എന്ത് ചെയ്യുക? ആയിക്കൊള്ളുക, കിറദത്തൻ ഖാസിയീൻ നിന്യന്മാരായ കുരങ്ങന്മാരായി തീർന്നു കൊള്ളുക. ഈ സംഭവം നമ്മളെല്ലാവരും അറിയുന്ന സംഗതികളാണ്. എന്താ പിന്നെ ഒരു ഈ പിന്നെ എന്താ പറയുക, ചാവുകടൽ അല്ലെങ്കിൽ ചെങ്കടലിന് ഓരത്തുള്ള ഒരു പട്ടണത്തിൽ, മദീനയോ എലാത്തിനോ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്ന
ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഈ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് എന്ത് ചെയ്തു പറഞ്ഞു, ചില മുഫസ്സിറുകൾ പറയാം ശനിയാഴ്ച നമുക്ക് പിന്നെ പുണ്യ ദിവസമാക്കി, വെള്ളിയാഴ്ച നിങ്ങൾ പുണ്യ ദിവസമായി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നമുക്ക് ശനിയാഴ്ച ആക്കി തന്നെ അവർ പറയുകയും, അങ്ങനെ അവർ ശനിയാഴ്ച അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, അന്നേ ദിവസം നിങ്ങൾക്ക് സമ്പത്തൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അന്ന് ആരാധനയിൽ നിങ്ങൾ എന്ത് ചെയ്യുക മുഴുകിക്കൊള്ളുക എന്ന് അവരോട് എന്ത് ചെയ്തു കൽപ്പിച്ചു. അവരെന്ത് ചെയ്തു, ഖുർആൻ സൂറത്ത് അറാഫിൽ കഥ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അറാഫിൽ ഇങ്ങനെ പറയുന്ന കഥ, ഇത് തഅ്തീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുറാൻ വയൗമ ലാ യസ്ബിതൂന വലാ തഅ്തീഹിം. എന്താ ഈ ശനിയാഴ്ച ദിവസം എന്തില്ല, ശനിയാഴ്ച ദിവസം അവർ കടലിന് കരക്ക് താമസിക്കുന്നവരായതുകൊണ്ട് മീൻ പിടിക്കുന്നവരായിരുന്നു, മുക്കുവന്മാരായിരുന്നു. ശനിയാഴ്ച ദിവസം മാത്രം എന്ത് ചെയ്യും, നല്ലോണം മീൻ വരും. പക്ഷെ അന്ന് എന്ത് ചെയ്യാൻ പാടില്ല, മീൻ പിടിക്കാൻ പാടില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യില്ല, മീൻ വരികയും ചെയ്യില്ല. അങ്ങനെയാണ് ഖുർആനിൽ, മീൻ വരികയും ചെയ്യില്ല. ഇത് അവർക്കുള്ള പരീക്ഷണമാണ്. ഇവരതെന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിഞ്ഞില്ല. ചില മുഫസ്സിറുകൾ പറഞ്ഞത് അതിലൊരാളെന്ത് ചെയ്തു, പിന്നെ ഒരു കുഴി ഒഴിച്ചു, എന്നിട്ട് ആ കുഴിയിൽ നിന്നും കടലിലേക്ക് ഒരു എന്ത് ചെയ്തു ചാലുണ്ടാക്കി. അങ്ങനെ തിരയടിക്കുമ്പോൾ എന്ത് ചെയ്തു, നല്ലോണം മീനുണ്ടല്ലോ, ആ മീൻ ചാലിലേക്കൂടി പോയി കുയിൽ വീണു. മീൻ തിരിച്ചു പോകാൻ എന്ത് ചെയ്യില്ല, കഴിഞ്ഞില്ല. ചില ആൾ പറഞ്ഞു വെള്ളിയാഴ്ച അവർ വലയിട്ടു, എന്നിട്ട് മീൻ വലയിൽ കുടുങ്ങി. എന്നിട്ട് ഞായറാഴ്ച എന്ത് ചെയ്തു, ശനിയാഴ്ച വന്ന മീൻ വലയിൽ കുടുങ്ങി, ഞായറാഴ്ച പിടിച്ചു. എന്തായാലും അവരെന്ത് ചെയ്തു, ആ ഹീനകൃത്യം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അവരോട് എന്ത് പറഞ്ഞു, എന്താ പറഞ്ഞ, കൂനു നിങ്ങളെന്ത് ചെയ്യുക, ആയിക്കൊള്ളുക കിറദത്തൻ ഹാസീൻ, നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി തീർന്നുകൊള്ളുക. അങ്ങനെ അവരിൽ ആദ്യത്തെ ഒരാളെന്ത് ചെയ്തു, കുഴി കൊഴിച്ചു, മീനെ പിടിച്ചു. മീനെ പിടിച്ചിട്ട് അയാൾ കറി വെച്ചു. കറി വെച്ചപ്പോൾ ഇമാം സുദ്ദി അങ്ങനെ വിശദീകരിച്ചുള്ളത്, കറി വെച്ചപ്പോൾ കറിയുടെ സ്മെല്ല് എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാം അടിക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത വീട്ടുകാരൻ ചോദിച്ചു നിനക്ക് എങ്ങനെ മീൻ കിട്ടിയത്, അയാളെന്ത് ചെയ്തു, ഇത് അയാൾ പറഞ്ഞു. അങ്ങനെ ഓരോരാളും ആവർത്തിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരെ കൂട്ടത്തിലെ പണ്ഡിതന്മാരായ ആളുകൾ എന്ത് ചെയ്തു, പറഞ്ഞു ഇതെന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു ഗ്രൂപ്പും ചെയ്യണം എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ നടുക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ വാദം എന്നറിയോ, നിങ്ങളെന്തിനാ അവരെ ഇങ്ങനെ പോയിട്ട് കുഴപ്പാക്കുന്നു. കാലത്ത് ഉമ്മത്തും മിൻഹും, അവരിലൊരു വിഭാഗം പറഞ്ഞു ലിമ തഅ്ലൂന ഖൗമൻ, ഒരു ജനതയെ നിങ്ങളെന്തിനാണ് ഉപദേശിക്കുന്നത്, അല്ലാഹു മൂലിക്കും മുഅദ്ദിബുഹും, അള്ളാഹു വേണമെങ്കിൽ അവരെ ശിക്ഷിച്ചോട്ടെ, നിങ്ങളെന്താ പോയിട്ട് എന്ത് ചെയ്തേ ഉപദ്രവിക്കുന്നത്, വെറുതെ എന്തിനാണ് ഒരു പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപദേശിച്ച ആളുകൾ പറഞ്ഞു ഖാലു മാദറത്തൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾ റബ്ബിൻ്റെ അടുത്തേക്കുള്ള ഒരു ഉദ്ർ പറയാൻ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. അവസാനം അള്ളാഹു എന്ത് ചെയ്തു, പിന്നെ അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ, തിന്മയെ തൊട്ട് തടഞ്ഞവരെ അള്ളാഹു എന്ത് ചെയ്തു, രക്ഷിച്ചു. എന്നിട്ടോ വഹദനല്ലദീന ലലമു, ദുൽമ് ചെയ്തവർ, ബാക്കി രണ്ട് ഗ്രൂപ്പുകൾ എന്ത് ചെയ്തു, അള്ളാഹു പിടിച്ചു. ബി അദാബിൻ, അങ്ങനെ അള്ളാഹു അവരെന്ത് ചെയ്തു, പിടിച്ചു, ശിക്ഷിച്ചു. കുനു കിറദത്തൻ ഹാസീൻ, നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി തീരുക. ചില ആളുകൾ പറഞ്ഞു, മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന താബി പറഞ്ഞു കുരങ്ങന്മാരായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം കുരങ്ങന്മാരുടെ മനസ്സുള്ളവരായി തീർന്നു എന്നാണ്. പക്ഷേ ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും സഹാബത്തിൽ നിന്നുള്ള മറ്റു കൗലും എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവർ ശരിയായ എന്ത് ചെയ്തു, കുരങ്ങന്മാരായി തീർന്നു തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലെ ചില ആളുകൾ കുരങ്ങന്മാരും പന്നികളുമൊക്കെ പിന്നെ ഈ ഇസ്രായേലിൽ ശപിക്കപ്പെട്ടവരുടെ മക്കളാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെയല്ല കാര്യം, അവർക്ക് മക്കളുണ്ടായിട്ടില്ല. അവർ ചില മുഫസ്സിറുകൾ പറഞ്ഞത് അവരാകെ 3 ദിവസം എന്ത് ചെയ്തിട്ടുള്ളൂ, ജീവിച്ചിട്ടുള്ളൂ. ആ 3 ദിവസവും ആ കുരങ്ങന്മാർ പരസ്പരം എന്ത് ചെയ്തു, കടിച്ചു കീറിന. അവരിലുള്ള
ചില ആളുകൾ പറഞ്ഞു അവരുടെ യുവാക്കൾ എന്ത് ചെയ്തു? കുരങ്ങന്മാരായി തീർന്നു. അവരുടെ വൃദ്ധന്മാർ പന്നികളും ആയി തീർന്നു. വലക്കത് അലിംതുമുല്ലദീന എത്തതോ മിൻകും, നിങ്ങളിൽ അതിക്രമം കാണിച്ചവരെ അള്ളാഹു എന്താക്കിയിരിക്കുന്നു? അറിഞ്ഞിരിക്കുന്നു. ഫിസ് സബത്ത്, സബത്ത് നാളിൽ. ഫകുൽനാലഹും, നാം അവരോട് പറയുകയും ചെയ്തു, കൂനു കിറദത്തൻ ഹസീൻ, നിങ്ങളെന്തായിക്കൊള്ളുക? നിന്യന്മാരായ കുരങ്ങന്മാരായി തീർന്നു കൊള്ളുക. ഫജഅൽനാഹ, നാം അവൻ എന്താക്കിയിരിക്കുന്നു? ആക്കിയിരിക്കുന്നു. നക്കാലൻ, നക്കാലം എന്ന് പറഞ്ഞാൽ പിന്നെ ഗുണപാഠം അല്ലെങ്കിൽ ശിക്ഷ നൽകിയിട്ട് പാഠം പഠിപ്പിക്കുക, അതാണ് നക്കാലൻ. ലിമാ ബൈന യദൈഹ വമാ ഖൽഫഹ, അവർക്ക് മുമ്പുള്ളവർക്കും വമാ ഖൽഫഹ, അവർക്ക് പിന്നിലുള്ളവർക്കും നാം എന്താക്കിയിരിക്കുന്നു? ഗുണപാഠമാക്കിയിരിക്കുന്നു. അപ്പോൾ ഫജഅൽനാഹ, അതിനെ ആക്കിയിരിക്കുന്നല്ലേ, ജഅലന ആക്കി, ഫജഅൽനാഹ, അതിനെ ആക്കിയിരിക്കും. ഏതിനെ? ആളുകൾ പറഞ്ഞു ആ മത്സ്യത്തെ ആക്കിയിരിക്കുന്നു എന്നാണോ, ആ കുരങ്ങന്മാരാക്കിയിരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ യഹൂദികളാക്കിയിരിക്കുന്നു എന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ അഭിപ്രായമുണ്ട്. പക്ഷേ ഇബ്നു കസീർ സ്വീകരിച്ച ഏറ്റവും ശരിയായ അഭിപ്രായം ഫജഅൽനൽ കരിയത്ത, ആ ഗ്രാമത്തെ ആക്കിയിരിക്കുന്നു. നക്കാലൻ, ഒരു ഗുണപാഠമാക്കിയിരിക്കുന്നു. ലിമാ ബൈന യദൈഹ, അവർക്ക് മുമ്പുള്ളവർക്ക്. ബൈന യദൈ എന്ന് പറഞ്ഞാൽ എന്താ? യതെന്ന് പറഞ്ഞാൽ കൈ, യതെന്ന് പറഞ്ഞാൽ കൈ. യദൈ, രണ്ട് കൈ. യദൈഹ, അവരുടെ രണ്ട് കൈയും. ബൈന യദൈഹ, അവരുടെ രണ്ട് കൈക്ക് ഇടയിലുണ്ട്. അതേതാ? രണ്ട് കൈൻ്റെ ഇടക്ക് മുന്നിൽ, രണ്ട് കൈൻ്റെ ഇടക്ക് എന്താ? രണ്ട് കൈൻ്റെ ഇടക്ക് മുൻഭാഗല്ലേ വരിക? പിൻഭാഗം എന്ന് പറയാൻ പാടില്ല, കാരണം ഒമാ ഖൽഫ എന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൈൻ്റെ ഇടയിൽ എന്താ? മുൻഭാഗം. അങ്ങനെയാണ് ബൈന യദൈഹ എന്ന് പറഞ്ഞാൽ മുൻഭാഗം എന്ത് ചെയ്തു വന്നേ അർത്ഥം പറഞ്ഞു. വമാ ഖൽഫഹ, അവരുടെ പിറകുഭാഗം. അപ്പം ബൈന, അവരുടെ മുന്നിലും പിന്നിലും ആ ഉള്ളവർക്ക് എന്താക്കിയിരിക്കുന്നു? ഗുണപാഠമാക്കിയിരിക്കുന്നു. അവരുടെ മുന്നിലും പിന്നിൽ നിന്ന് വരുന്ന പറഞ്ഞാരാ? ആ ഗ്രാമത്തിൽ ചോദിച്ചത് മക്കാനം വ സമാനെന്ന, കാലത്തിനനുസരിച്ചാണോ മുന്നിലും പിന്നിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലത്തിനനുസരിച്ചാണോ മുന്നിലും പിന്നിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഥവാ അവർ വരുന്നതിന് മുന്നേയും അവർ വന്നതിന് ശേഷവും ഉള്ളതാണോ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവരാണോ ഈ മുന്നിലും പിന്നിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ ഉത്തരം കിട്ടും. കാലത്തിനനുസരിച്ചാണോ അല്ല സ്ഥലത്തിനനുസരിച്ചാണോ? പക്ഷെ അത് പ്രാഥമിക ബുദ്ധിയ. കാലത്തിനനുസരിച്ചാണെങ്കിൽ ഇവർക്ക് മുന്നേ വന്നവർക്ക് എങ്ങനെ ഇവരെ കഥ അറിയാം? ഇവർക്ക് മുന്നേ വന്നവർക്ക് ഇവരെ കഥ അറിയോ? ഇവരുടെ സംഭവം അവർക്ക് മുന്നിലുള്ളവർക്കും അവിടെ പിന്നിൽ വന്നവർക്കും എന്താക്കിയിരിക്കുന്നു? ഗുണപാഠമാക്കിയിരിക്കുന്നു. ഇവർക്ക് മുന്നേ വന്നവർക്ക് ഇവിടെ കഥ അറിയോ? അപ്പോൾ പിന്നെന്താ? അമ്മ ഹൗലഹാൻ, അവർ അപ്പോൾ സ്ഥലമാണെന്ത്? സ്ഥലത്തിനനുസരിച്ച് അവരുടെ ചുറ്റുമുള്ളവർക്കും, അഥവാ ഇവരുടെ ഈ ഖബർ, ഈ വാർത്ത അറിയുന്ന ഇവരുടെ ചുറ്റുമുള്ളവർക്ക് എന്താക്കിയിരിക്കുന്നു? നാം ഗുണപാഠം ആക്കിയിരിക്കുന്നു. വമൗഇലതൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് എന്ത്? ഒരു ഗുണപാഠവും. അത് ഏത്? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള മുത്തഖീങ്ങൾക്ക് ഒരു ഗുണപാഠവും ആക്കിയിരിക്കുന്നു. ഇപ്പം ഈ ആയത്തുകളൊക്കെ, ഈ സംഭവത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ കേരളത്തിൽ സൽഫി പള്ളിയുടെ സേളുകളിലാണ് ഈ സംഗതികളൊക്കെ വരിക. ഈ ഖുർആനെ നമ്മളിഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്ന ആളുകളല്ലോ, കാരണം ബാക്കിയെല്ലാം ദുർവ്യാഖ്യാനിച്ച് വൈവെച്ച ഗ്രൂപ്പുകളാണ്. സൽഫി പള്ളിയുടെ സൈഡിൽ വന്നിട്ട് പറയാം, കാരണം എന്തും കേൾക്കുകയും ഒരു ഓപ്പൺ മൈൻഡുള്ളത് അവിടെയാണ്. അപ്പോൾ ആടുന്ന ഫിത്നകളൊക്കെ അവിടെ ആ സൽഫി പള്ളിയെ പരിസരത്ത് എന്ത് ചെയ്യുക? ഇതെല്ലാം വന്നിട്ട് പറയാൻ തുടങ്ങുക. അപ്പം ഇവർ എത്രത്തോളം വ്യാഖ്യാനിച്ചെന്നറിയോ? വെള്ളിയാഴ്ച പിന്നെ മത്സ്യം വന്നു പറഞ്ഞല്ലോ, ശനിയാഴ്ച മത്സ്യം വന്നു എന്ന് പറയാൻ കാരണം, ശനിയാഴ്ച ആരും എന്ത് ചെയ്യാൻ പോക്കില്ല? മീൻ പിടിക്കാൻ പോകാത്തതുകൊണ്ട് മീനിന് മനസ്സിലായി ശനിയാഴ്ച പൊന്തിയാലെന്തില്ല, പ്രശ്നമില്ല. അതുകൊണ്ടാണ് ശനിയാഴ്ച എന്ത് ചെയ്തത്? മീനുകൾ പൊന്തി വന്ന്. അല്ലാണ്ട് ഇതൊന്നുമല്ല. ഏത് അള്ളാഹ് അങ്ങനെ കൊണ്ടുവന്നതല്ല, ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാത്തതുകൊണ്ട് അങ്ങനെ പൊന്തി വന്നേന്ന് പറഞ്ഞു.
ഏതായാലും നമ്മളാണ്ട് വെള്ളിയാഴ്ച മീൻ പിടിക്കാൻ പോക്കില്ലല്ലോ ആരും. വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ മീൻ പിടിക്കാൻ പോക്കില്ലല്ലേ. എന്നിട്ട് വെള്ളിയാഴ്ച ആരെങ്കിലും മീൻ പൊന്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരാണ് എന്നിട്ട് ബുദ്ധിജീവികൾ. അതിലും വലിയ സംഭവം അതാ. ഈ ബാക്കിയുള്ള ആളും പിന്നെ പരമ്പരാഗതമായ മതത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ. ഇവർ ഭയങ്കര സ്വാതന്ത്ര്യ ജീവികളും ബുദ്ധിജീവികളും. ശരിക്കും ഇവരാണെന്ത് മന്ദബുദ്ധിജീവികൾ. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി വേറെ സംഗതി എന്തറിയോ? ഇസ്രായേലിയർ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരാൾ വാദിക്കുകയാണ്. ഇസ്രായേലിയർ അള്ളാഹുവിൻ്റെ നിയമത്തെ എന്ത് ചെയ്തിട്ടില്ല, ധിക്കരിച്ചിട്ടില്ല എന്നൊരാൾ വാദിക്കാൻ വേണ്ടി അയാൾക്ക് വാദിക്കുക. അവർ ശനിയാഴ്ച തൊട്ടില്ല മീന, ശനിയാഴ്ച എന്ത് ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല, ശനിയാഴ്ച തൊട്ടിട്ടില്ല. അങ്ങനെ വാദിക്കുന്നവർക്ക് എന്ത് ചെയ്യുക, വാദിക്കുക. പക്ഷേ ആ മത നിയമത്തിൻ്റെ അന്തസത്ത അവരെന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞു അള്ളാഹ്ക്ക് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബലിയിറക്കാൻ പാടുള്ളൂ. ഇവരെന്ത് ചെയ്തു, ബദരീങ്ങൾക്ക് വേണ്ടി ബലിയിറക്കും. പക്ഷെ എന്ത് ചെയ്യും, ബിസ്മില്ലു. ബദരീങ്ങൾക്ക് വേണ്ടി ബലിയിറക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ബിസ്മില്ലു. അള്ളാഹ്ക്ക് വേണ്ടി ഇറക്കണം എന്നുള്ളതിൻ്റെ ആ അന്തസത്ത എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. തലാക്ക് അത്തലാക്ക് മറത്താനി, തിരിച്ചെടുക്കാൻ പറ്റുന്ന തലാക്ക് 2 എന്ന് ഖുർആൻ പറഞ്ഞു. 3ാമത് ചൊല്ലിയാൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അതിൻ്റെ തലാക്കിൻ്റെ ആ ഉൾക്കാമിനെ കംപ്ലീറ്റ് എടുത്തു കളഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒറ്റ തലാക്കാക്കി. എന്നിട്ട് ഓരോ വാദിക്കുക, എന്ത് തലാക്ക് 3 നമ്മൾ ചൊല്ലിയില്ല. എന്നാൽ അതിൻ്റെ ഇത് ഇസ്രായേൽ ചെയ്ത അതേ പരിപാടിയാണ്, ഇസ്രായേലികൾ ചെയ്ത അതേ പരിപാടി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു എന്ത്, ഇനി തലാക്ക് 3 ചൊല്ലിയ ഒരാളെ തിരിച്ചെടുക്കണം, എന്ത് ചെയ്യണം, വേറൊരാൾ കല്യാണം കഴിക്കണം. ആടെയും കളിച്ചു. ആടെ എന്ത് ചെയ്ത് വരെ കളിച്ചു. എന്താ കളിച്ചേ, മൗലാറ് പോയിട്ട്. അത്ര വൃത്തിയായിട്ട് കൾച്ചറായിപ്പോയി. ആ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് അള്ളാഹു പറഞ്ഞതിൻ്റെ ആയ പൊരുളിന് എന്ത് ചെയ്യുക, എടുത്തു കളയുക. എത്രത്തോളം ലാസ്റ്റ് കബറ്റിന്ന് ശിക്ഷ ഉണ്ടാവും, മലക്കളൊന്ന് ചോദ്യം ചെയ്യിക്കുന്ന പറഞ്ഞപ്പോൾ ആടെയും കളിച്ചു. എന്ത് കോപ്പി അടിച്ചു കൊടുക്കാൻ മേലിന് കോപ്പി അടിച്ചു. മതത്തിൻ്റെ ആ ഒരു സൗന്ദര്യത്തെ തന്നെ എന്ത് ചെയ്യുക, ഇസ്രായേലിൽ ചെയ്ത അതേ പരിപാടി. പിന്നെ നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറെ സംഗതി എന്നറിയോ, കുറേ സംഗതി പറഞ്ഞേ എന്തെങ്കിലും ഓർമ്മയുണ്ടോ, കുറേ സംഗതി പറഞ്ഞു പോയിക്ക്, വല്ലതും ഓർമ്മയുണ്ടോ. പിന്നെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറെ സംഗതി, ഈ ആയത്ത് സൂറത്ത് ബക്കറയിലും സൂറത്ത് വേറെ കഥ പറഞ്ഞേ, ബക്കറയിലും അഹ്റാഫിൽ കഥ പറഞ്ഞു. അഹ്റാഫ് ഇറങ്ങിയത് എവിടെയാ, മക്കയിൽ. ബക്കർ ഇറങ്ങിയത് മദീനയിൽ. ബക്കറയിൽ ചുരുക്കിരാ പറഞ്ഞു ഈ കഥ. ഇപ്പം പറഞ്ഞില്ലേ, അഹ്റാഫിൽ എന്ത് ചെയ്തേ, വിശദമായി പറഞ്ഞു. അഹ്റാഫിൽ വിശദമായി പറഞ്ഞു, മക്കയിൽ നിന്ന് വിശദമായി പറഞ്ഞു, മദീനയിൽ എന്ത് ചെയ്തു, ചുരുക്കി പറഞ്ഞു. ചില ആളുകൾ വാദം റസൂലുള്ളാഹി മദീനത്ത് പോയപ്പോൾ അവിടെ ജൂത ക്രിസ്ത്യാനികളായിട്ട് എന്ത് ചെയ്തു, ഇടപഴകി. അങ്ങനെ കിട്ടിയ കഥകൾ എന്ത് ചെയ്തു, ക്രോഡീകരിച്ച് വെച്ചു എന്നാ. പക്ഷേ ഈ കഥ എവിടുന്നാ പറഞ്ഞേ, അങ്ങനെ നേരത്തെ തിരിച്ചാൽ പറയണത് മക്കയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ വിശദീകരണം മദീനത്ത് പോയാൽ ആടുന്ന് പറയാൻ വേണ്ടേ. പക്ഷെ എന്ത് സംഭവിച്ചിട്ടുള്ളത്, നേരെ തിരിച്ചാൽ സംഭവിച്ചിട്ടുള്ളത്. മക്കയിൽ നിന്ന് എന്ത് ചെയ്തു, വിശദീകരിച്ച് പറഞ്ഞു, മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ചുരുക്കി പറഞ്ഞു. അള്ളാഹിൻ്റെ ഈ സബത്തിൻ്റെ കഥയൊന്നും എന്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അക്ഷരം അറിയാത്ത പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല. ഇതെങ്ങനെ അറിയാനാ, അള്ളാഹുവിൻ്റെ വഹിയാണ് ഖുർആൻ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് എന്ത് ഈ സംഭവം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടി അങ്ങനെ എന്ത് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും ഓർമ്മയുള്ള ഇങ്ങോട്ട് പറയണേ. വൈദ അഹദിന മീസാക്കും, വൈദ അഹദിന ഇങ്ങോട്ട് പറ, നാം അഹദിന എടുത്തപ്പോൾ അതിൻ്റെ കൽപ്പനക്രിയ ഏതാ, അഹദിൻ്റെ കൽപ്പനക്രിയ ഏതാ, അവിടെ ഉണ്ട്, താലുണ്ട്. ഹുദു വൈദ അഹദിന മീസാക്കും, നിങ്ങളുടെ കൽപ്പനയെ നാം എടുത്തപ്പോൾ. വറഫൈന ഫൗകക്കും, പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട്. ഹുദൂമാ അത്തൈനാക്കും ബിക്കുവ, നിങ്ങളെന്ത് ചെയ്യുക, നാം നിങ്ങൾക്ക് നൽകിയതിനെ ശക്തിയോടെ എന്ത് ചെയ്യുക, സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, അതിലുള്ളതനുസരിച്ച് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. വദ്കുറു മാഫി ലഅല്ലക്കും തത്തക്കൂൻ സുമ്മ തവല്ലൈത്തും മിമ്പാദി ദാലിക്, അതിനുശേഷം നിങ്ങൾ തവല്ല
പിന്തിരിഞ്ഞു. മിംബാദി ദാലിക്, അതിനുശേഷം. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ഫദ്ൽ നിങ്ങളെ മേൽ ഇല്ലെങ്കിൽ. എന്താ ഫദ്ലുള്ളയുടെ ഉദ്ദേശം? തൗബ ചെയ്യാനുള്ള അവസരം. ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ ആരായിരുന്നു? നഷ്ടക്കാരിൽ പെട്ടുപോകുമായിരുന്നു. പിന്നാണ് എന്താ പറഞ്ഞേ? ആളെന്താ പറയുന്നേ? കുരങ്ങന്മാരിൽ നിന്നാണെന്നുണ്ടായേ മനുഷ്യന്മാർ. പണ്ടൊരു ചങ്ങായി വെച്ചില്ലേ, ഒരു ഈ യുക്തിവാദി ഡാർവിനിസ്റ്റ് വാദങ്ങൾ ചർച്ചകളും സൃഷ്ടിവാദങ്ങളും ചർച്ചകളിൽ ഏറ്റവും മനോഹരമായ ഒരു പാതിരി ഒരു ഡാർവിനിസ്റ്റിനോട് ചോദിച്ചു വരും, നിങ്ങൾ അച്ഛൻ വയ്യാണോ അമ്മ വയ്യാണോ കുരങ്ങലിലെത്തുന്നത്? അയാളെന്നാക്കി ചോദിച്ചാൽ നിങ്ങൾ അച്ഛൻ വയ്യാണോ അമ്മ വയ്യാണോ കുരങ്ങലിലെത്തുന്നത്. പണ്ടൊരു ഡാർവിനിസ്റ്റ് ഒരു മുസ്ലിമിനെ ചീത്ത വിളിച്ചു, അള്ളാനെ ചീത്ത വിളിച്ചു. സഹിക്കാൻ കഴിയാനിട്ട് ഡാർവിനിസ്റ്റിനെ മുസ്ലിം വിളിച്ചു, നിൻ്റെ അച്ഛൻ കുരങ്ങൻ. ഓനിക്ക് അംഗീകരിക്കാനും കഴിയില്ല, നിഷേധിക്കാനും കഴിയില്ല. ഏതായാലും വലക്ക് അടുത്ത് നോക്കുക. അപ്പം വലക്കത് അലിംത്തും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അല്ലദീന എത്തതും മിൻകും, നിങ്ങളിൽ നിന്ന് അതിക്രമം ചെയ്തവരെ. ഫിസ്സബത്ത്, ഏത് ദിവസം? ശനിയാഴ്ച. ഫക്കുൽനാ ലഹും, നാം അവരോട് എന്ത് ചെയ്തു? പറഞ്ഞു, കൂനു, നിങ്ങളെന്ത് ചെയ്യുക? ആയിത്തീരുക. കിറദത്തൻ ഹാസീൻ. ഈ ഹസ എന്ന് പറഞ്ഞാൽ നായിനെ കല്ലെടുത്ത് ഓടിക്കൂലേ, കല്ലെറിഞ്ഞ് ഓടിക്കൂലേ, അതിനാണ് എന്ത് പറയുക? അപ്പോൾ ആ നായിൻ്റെ ഓട്ടം നീന്തി നോക്കിയട്ടെ, അത്രമാത്രം നിന്ദതൊക്കെ എന്ത് പറയുക? ഹസ എന്ന് പറയുക. അത്രമാത്രം നിന്ദന്മാരായിക്കൊള്ളുന്ന ഹസീൻ. ഫജഅൽനാഹ, നാം അതിനെ ആക്കുകയും ചെയ്തു. നക്കാലൻ, ഗുണപാഠമാക്കുകയും ചെയ്തു. ലിമാ ബൈന യദൈഹ, അവർക്ക് മുമ്പുള്ളവർക്ക്. വമാ ഹൽഫഹ, അവർക്ക് പിന്നിൽ. അതുകൊണ്ട് ഉദ്ദേശം മനസ്സിലായില്ലേ? ഒരിക്കലും കാലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. മൗഇദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഒരു ഗുണപാഠമായിട്ട്. എന്താണ്? എന്തിനുള്ള ഗുണപാഠം? ഇസ്രായേലികൾ ചെയ്ത പോലെ ചെയ്താൽ നിങ്ങളെന്താവും? ഇങ്ങനെ ആയിത്തീരും. ഇപ്പോൾ ഹൗറത്ത് മറക്കണമെന്ന് പറഞ്ഞു, ഹൗറത്ത് മറക്കണോ മറച്ചിനോ ചോദിച്ചാൽ എന്ത് ചെയ്യും? മറച്ചിട്ടുണ്ട്. എന്നാൽ മറച്ചിട്ടുണ്ടോ? ഇസ്രായേലികൾ ചെയ്തേ അതേ പരിപാടി. അള്ളാഹു എന്ത് ചെയ്യട്ടെ, നമ്മളെല്ലാവരുടെയും ഇപ്പം ഇസ്രായേലുകളിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞ കരാർ എന്തല്ല? വൈദാഹദ മീസാക്ക ബനി ഇസ്രായേല അല്ലാ തഅബുദു ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വല്ലത്താമ വൽ മസാക്കീൻ. അങ്ങനെ ഓതിപ്പോകുന്ന ഇസ്രായേൽ യതീങ്ങളോടും മിസ്കീന്മാരോടും അടുത്ത ബന്ധുക്കളോടും മാതാപിതാക്കളോടും എന്ത് ചെയ്യുക? നന്മ ചെയ്യുക എന്നുള്ളത് ആരോട് സ്വീകരിച്ച കരാറാ? ഇസ്രായേലുകൾ. വലൈക്കും സ്ലാം. അപ്പോൾ ഇസ്രായേൽ ലംഘിച്ചിരിക്കാനുള്ള കരാറ് എന്താ? ഈ കരാറുകളായിരിക്കും. നമ്മൾ ലംഘിച്ചായിരിക്കും ആ ശിക്ഷ ആരും കിട്ടും? നമുക്കും ശിക്ഷ കിട്ടും, ഒരു സംശയമില്ല. അപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇസ്രായേലികൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷ ഇല്ലാതെ എന്ത് ചെയ്യുക? നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ ഒന്നുകൂടി നേരത്തെ പറഞ്ഞു, ഞാൻ നേരത്തെ ഇതിനടക്ക് വായിച്ചു പറഞ്ഞ സംഗതിയാണ്, മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയ എന്ത് ഫലായിലുകൾ, ഒരുപാട് ഫലായിലുകൾ എന്ത് ചെയ്തിട്ടുള്ള മുസ്ലിം ഉമ്മത്തിന്. നമ്മൾ മതപരമായ ഒരുപാട് ഫലായിൽ കിട്ടിയ സംഭവം, ഭൗതികമായ അതിലും പാട് ഫലായിൽ കിട്ടിയ, ലോകത്തെ ഏറ്റവും ഡെവലപ്പായ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടർത്ഥത്തിലും ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരു ജനതയാണ് നമ്മൾ. രണ്ടർത്ഥത്തിലും. ഈ രണ്ടർത്ഥത്തിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ലഭിച്ചിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാണ്ട് ജീവിച്ചാൽ തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ആ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യും? നമ്മളോട് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉമ്മത്തിൽ ജനിക്കുകയും ഏറ്റവും ഭൗതികമായ അനുഗ്രഹം ലഭിച്ച ഒരു ലോക സാഹചര്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തില്ല. നമ്മൾ ആ ഒരു ബോധം എന്ത് ചെയ്യണം? നമ്മളെ മനസ്സിൽ വേണം. ഈ ഇതെല്ലാം ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുർആൻ കൂടുതൽ പഠിക്കുന്ന നല്ലൊരു ഖുർആൻ വിദ്യാർത്ഥിയായി അള്ളാഹു നമ്മൾ എന്ത് ചെയ്യട്ടെ? മാറ്റുമാറാവട്ടെ. അള്ളാഹുവെ, നാം പറഞ്ഞതിലും കേട്ടതിലും വല്ല തെറ്റുകുറ്റങ്ങളുണ്ട്, അള്ളാഹു നീ നമുക്ക് മാപ്പാക്കി തരുമാറാണ്. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.